നല്ല പുളിച്ച കട്ട തൈരെടുക്കുക, അതിനെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെയൊന്നും സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ പോലെ നല്ലൊരു കടകോല് കൊണ്ട് തന്നെ അതിനെ നന്നായിട്ട് ഇളക്കി അതിനെ ഒന്ന് നല്ല പോലെ ഇളക്കി എടുക്കണം. അതിൻ്റെ ആ കൊഴുപ്പൊക്കെ ഒന്ന് മാറ്റി കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് തന്നെ എടുക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് നേർപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് അല്പം ജീരകം വറുത്ത് പൊടിച്ചത് ചേർക്കുക. ഇനി ചേർക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക, നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി സ്റ്റൗ കത്തിച്ച് ഒരു ചീനിച്ചട്ടി വെക്കുക. ചീനിച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുകിന് പിന്നാലെ തന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് കുനുകുനാന്നരിഞ്ഞ ചെറിയ ഉള്ളിയും അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് വതക്കിയെടുക്കാം. ഉള്ളിയും കറിവേപ്പിലയും നല്ലപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മോരെടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി തീ നല്ലപോലെ ഒന്ന് കുറച്ച് വയ്ക്കുക. ഒരുപാട് തിളച്ച് പോകരുത്, ഒന്ന് ചൂടാകാനേ പാടുള്ളൂ. തുടരെ ഇളക്കി കൊടുക്കുക. നല്ലൊരു ഒഴിച്ചുകറി റെഡി.